ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബ്രെഡ് ബോർഡിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് ബ്രെഡ് ബോർഡ്. ആ ബ്രെഡ് ബോർഡിൽ എങ്ങനെയാണ് കണക്ഷൻസ് കൊടുക്കേണ്ടത്, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇലക്ട്രോണിക്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, ഇതാണ് ബ്രെഡ് ബോർഡ്. ഈ ബ്രെഡ് ബോർഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോൾഡർലെസ് ബോർഡ്. സോൾഡർലെസ് ബോർഡ് എന്ന് വിളിക്കാനുള്ള കാരണം സർക്യൂട്ടുകളൊക്കെ സോൾഡർ ചെയ്യാതെ തന്നെ ഈ ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഒരു സർക്യൂട്ട് ബ്രെഡ് ബോർഡിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ചെക്ക് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് ആ ബോർഡ് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും പുതിയ സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ഒരു പുതിയ സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ PCB ഉണ്ടാക്കി ആ സർക്യൂട്ട് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ ആ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആ PCB മൊത്തമായിട്ട് മാറ്റേണ്ടി വരും. അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ചിട്ട് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു സർക്യൂട്ട് കണക്ഷൻ കൊടുത്ത് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് അഴിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ആ സർക്യൂട്ടിൻ്റെ PCB ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് സോൾഡർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 2 ലൈനുകൾ കാണാം അല്ലേ. ഒന്നിനെ പ്ലസ് ലൈൻ എന്നാണ് പറയുക, അതിൻ്റെ മുകളിലെ മൈനസ് ലൈൻ. അപ്പോൾ ഈ 2 ലൈനുകൾ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് പവർ റെയിൽസ് എന്ന് പറയും. ബ്രെഡ് ബോർഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇതുവരെ കണ്ടോ ഒരു ട്രാക്കാണ്, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ. അപ്പോൾ ആ ട്രാക്ക് അതുവരെ ഉള്ളൂ. അതായത് ഇവിടെ നിന്നും ഇതുവരേക്ക് കണ്ടോ ഒറ്റ കണക്ഷനാണ്, അതായത് ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ മുകളിലും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഹോളിൽ നിന്ന് മുകളിലെ ഹോളിലേക്ക് ഒരു കണക്ഷനും ഉണ്ടാവില്ല. ഇവിടെ ഫുള്ള് ഹൊറിസോണ്ടൽ കണക്ഷനാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഹോളിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്താലും തൊട്ടടുത്ത ഹോളിൽ നിന്ന് തന്നെ അടുത്ത കണക്ഷൻ എടുക്കാം. അത് ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. അതായത് ഈ ഒരു ലൈന് മൊത്തം ഇതുവരെ ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. ഇവിടെ ഈ ചോപ്പ് ലൈന് കാണുന്നില്ലേ, അപ്പോൾ അതുവരെ ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെയാണ് ഈ സൈഡിലും. അതായത് മുകൾ ഭാഗത്ത് 4 ട്രാക്കുകളാണ് നമുക്കുള്ളത്. സാധാരണ നമ്മൾ സർക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സപ്ലൈ ലൈൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ട്രാക്കുകൾ യൂസ് ചെയ്യാറ്. ഇനി ഞാൻ ഒരു ബ്രെഡ് ബോർഡിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, കണ്ടോ, ഇവിടെ ഇതുവരെ നോക്കൂ, ഈ ഒറ്റ ലൈൻ കണ്ടോ, ഇവിടെ നിന്ന് ഇതുവരെ ഒറ്റ ലൈനാണ്, ഇൻറ്റേർണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒറ്റ ലൈനാണ്. അപ്പം നമ്മൾ ഈ ഒരു ലൈനിൽ എവിടെ കണക്ഷൻ കൊടുത്താലും അത് ഇൻറ്റേർണലി കണക്റ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗത്ത് എവിടെ കണക്ഷൻ കൊടുത്താലും ഇൻറ്റേർണലി ഷോർട്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു 5 ഹോൾസ് വരുന്നുണ്ട് അല്ലേ. പിന്നെ ഒരു 5 ഓരോ ഗ്രൂപ്പാണ്, 1 2 3 4 5. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് നോക്കൂ, ഇവിടെ കുറച്ച് കൂടുതലുണ്ട് അല്ലേ. ഇവിടെ ഗ്യാപ്പ് കുറവാണ് അല്ലേ. ചില ബ്രെഡ് ബോർഡിൻ്റെ മുകളിൽ ഈ നീലയും ചുവപ്പും വരകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗ്യാപ്പ് കൂടുതലുണ്ടല്ലോ അല്ലേ. അപ്പോൾ അവിടെ ഉള്ളിൽ കൂടെ ഒരു കണക്ഷനും ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇവിടെ നിന്ന് ഇതുവരെയാണ് കണക്ഷൻ ഉള്ളത് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇതൊരു ട്രാക്കാണ് നീല, താഴത്ത് ഇതൊരു ട്രാക്ക് ചുവപ്പ്, 2ആയി. ഇതാണ് മൂന്നാമത്തെ ട്രാക്ക്, 4 ട്രാക്ക്. ഇനി അടിയിൽ നോക്കൂ, അതേപോലെ തന്നെയാണ് 4 ട്രാക്കുകൾ അടിയിലുണ്ടാവും. ഇവിടെ ഹൊറിസോണ്ടലായിട്ടാണ് ഇൻറ്റേർണൽ കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം. നോക്കൂ, ഈ 5 എണ്ണം വെർട്ടിക്കലായിട്ട് ഈ 5 എണ്ണം ഇൻറ്റേർണലി കണക്റ്റഡാണ്. ഓക്കെ, അപ്പോൾ ഈ 5 എണ്ണം വീതം ഓരോ ഗ്രൂപ്പുകൾ ഇൻറ്റേർണലി കണക്റ്റഡാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷനും ഇല്ല.
അപ്പോൾ ഈ 5 ഒരു ഗ്രൂപ്പാണ്, ഈ 5 വേറൊരു ഗ്രൂപ്പാണ്. അങ്ങനെ വെർട്ടിക്കലിയാണ് ഇവിടെ കണക്ഷൻസ് മുഴുവനും. ഇത് ബ്രെഡ് ബോർഡിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡിലെ ട്രാക്ക് നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ ഫുള്ള് വെർട്ടിക്കലിയാണ്. കണ്ടോ, വെർട്ടിക്കൽ ഓരോ ലൈൻസ് വെർട്ടിക്കലിയാണ്. ഇനി നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷനും ഇല്ല. കണ്ടോ, അവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ. അതേപോലെ തന്നെയാണ് ഇവിടെയും. നോക്കൂ, കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ, ഒരു ഗ്യാപ്പ് കാണാമല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയാണ് ഒരു ട്രാക്ക്. കണ്ടോ, ഇതൊരു ട്രാക്കാണ്, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ബോർഡിൽ ഒരു കണക്ഷൻ കൊടുത്ത് നോക്കാം. ഇവിടെ നമ്മൾ ഒരു കണക്ഷൻ കൊടുത്താൽ നോക്കൂ, പിന്നെ നമ്മൾ ആ സെയിം വെർട്ടിക്കൽ ലൈനിൽ അടുത്ത കണക്ഷൻ കൊടുക്കണം. അപ്പോൾ എന്താവും, അത് ഇൻറ്റേർണലി കണക്റ്റഡ് ആവും. ആ 5 ഹോൾസ് വെർട്ടിക്കൽ ഉണ്ടല്ലോ, അതിലിപ്പോൾ ഒന്നിൽ നമ്മൾ ഡയോഡ് കൊടുത്തു, ബാക്കി 4 ഏതിൽ വേണിച്ചാലും നമുക്ക് കൊടുക്കാം ആ ലൈനിൽ. അതേസമയം തൊട്ട ഇപ്പുറത്തെ ഹോളിൽ വെച്ചാൽ ഒരു കണക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ബ്രെഡ് ബോർഡിൽ കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലീഡ് ഈ ഒരു ഹോളിൽ വെച്ചെന്ന് വിചാരിക്കുക. ഈ ഹോളിൽ കൊടുത്താൽ ബാക്കി നോക്കൂ, ബാക്കി 4 ഹോളുണ്ട്, ഇതിൽ ഏതിൽ വേണിച്ചാൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്താണ്, അത് ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. തൊട്ട ഇപ്പുറത്തെ ഹോളിൽ കൊടുത്താലോ ഒരു കണക്ഷനും ഇല്ല എന്നാണ് അർത്ഥം. നമുക്ക് ചെറിയൊരു കണക്ഷൻ നോക്കാം. നോക്കൂ, ഇവിടെ ഒരു ഡയോഡും ഉണ്ട്, ഒരു റെസിസ്റ്ററും ഉണ്ട്. ഡയോഡിൻ്റെ കാഥോഡിൽ നിന്നാണ് നമ്മൾ റെസിസ്റ്ററിലേക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ. അതെങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ കൊടുത്താൽ എന്താ അർത്ഥം, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ കാഥോഡിൽ നിന്ന് ഈ ഹോളുകളിൽ ഇപ്പം 4 ഹോൾസ് ബാക്കിയുണ്ട്, അതിൽ ഈ ഹോളിൽ വയ്ക്കാം, ഈ ഹോളിൽ വയ്ക്കാം, ഇതിൽ വയ്ക്കാം അല്ലേ. ബാക്കി 4 ഹോളിൽ ഏതിൽ വേണിച്ച് നമുക്ക് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ 2 ലീഡ്സും ഉള്ളിൽ കണക്റ്റഡ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 കമ്പോണൻസും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ ഈ മുകളിലത്തെ ട്രാക്കിൽ വരുമ്പോൾ എങ്ങനെ നോക്കൂ, ഇതേപോലെയാണ് വരിക. കണ്ടോ, ഇപ്പോൾ ഈ ഡയോഡ് നമ്മൾ ഈ ലൈനിൽ ഇവിടെ കൊടുത്തു വിചാരിക്കുക. ഈ ഹോളിൽ കൊടുത്താൽ ഇപ്പോൾ ഇവിടുന്ന് ഇതുവരെ ഉള്ള ഈ ചോപ്പ് ലൈന് ഇതുവരെയുള്ള ഹോളുണ്ടല്ലോ, ഇതിൽ ഏതിൽ കൊടുത്താലും ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. പക്ഷേ അതിന് മുകളിലത്തെ ഈ ഹോളുണ്ടല്ലോ, ഇതിൽ ഒന്നിൽ കൊടുത്താലും കണക്ഷൻ ഉണ്ടാവില്ല. തൊട്ടപ്പുറത്ത് ഈ മുകളിലെ ഹോൾ കൊടുത്താലും ഒരു കണക്ഷനും കിട്ടില്ല. അതേസമയം താഴത്തെ ഈ ഒരു ലൈനിൽ കണ്ടോ, ഇതിൽ ഇതുവരെ ഇൻറ്റേർണലി കണക്റ്റഡ് ആണ്. ഇനി ഇവിടെ കൊടുത്താലോ ഓപ്പൺ ആണ്, ഒരു കണക്ഷനും ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കണക്ഷനും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ബ്രെഡ് ബോർഡിൻ്റെ കണക്ഷൻ വരുന്നത്. ഇനി നമുക്ക് ബ്രെഡ് ബോർഡിൽ ഞാനിവിടെ ഒരു സർക്യൂട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. നോക്കൂ, ഇതൊരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററാണ്. അപ്പോൾ 2 ട്രാൻസിസ്റ്റർ, 2 കപ്പാസിറ്റർ, 2 റെസിസ്റ്റർ, പിന്നെ 2 LED ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നോക്കൂ, നമ്മളാകെ 3 വയറ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കണക്ഷൻ ഫുള്ള് ഈ ബ്രെഡ് ബോർഡിലാണ്. അപ്പോൾ ബ്രെഡ് ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ സർക്യൂട്ട്സ് അസംബിൾ ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് വയറ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഓക്കെ, നമുക്ക് സർക്യൂട്ട് വളരെ ഈസി ആയി ഡിസ്കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് വേറെ സർക്യൂട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗുണം. ഓക്കെ, പലതരത്തിലുള്ള ബ്രെഡ് ബോർഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ തന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് ബ്രെഡ് ബോർഡാണിത്. ഇതിന് ഏകദേശം 150 രൂപയോളം വില വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ ചീന്തി കളഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു പ്ലേറ്റ് കാണാം, അത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ടൈപ്പ് ബ്രെഡ് ബോർഡാണിത്. അതേസമയം നമുക്കൊരു 70 രൂപ 80 രൂപ കൊടുത്താലൊക്കെ ലോക്കലായിട്ടുള്ള ബ്രെഡ് ബോർഡും കിട്ടും. അപ്പോൾ വാങ്ങുമ്പോൾ ഏറ്റവും ബെറ്റർ നല്ല ക്വാളിറ്റിയുള്ള ഇതുപോലത്തെ ബ്രെഡ് ബോർഡ് വാങ്ങുന്നതാണ്.